പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 7 വർഷം മുമ്പ് വേർപിരിഞ്ഞ വൃദ്ധ ദമ്പതികൾക്ക് ഒരുമിക്കാൻ വേദിയായി കാസർഗോഡ് തയ്യേനിയിലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പ്. അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് ജോർജും മേരിയും വീണ്ടും കൈകൊടുത്തു. ഉരുൾപൊട്ടിയപ്പോൾ 2 വീടുകളിൽ നിന്ന് ക്യാമ്പിലേക്ക് എത്തിയവർ തിരിച്ചൊരൊറ്റ വീട്ടിലേക്ക് മടങ്ങി. അരുൺ പൂപ്പറമ്പ തയ്യാറാക്കിയത്. ഞാൻ ഇപ്പോൾ ഉള്ളത് തയ്യനിയിലെ സ്കൂളിൽ സജ്ജീകരിച്ചിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പിലാണ്. ഇവിടെ 60ഓളം കുടുംബങ്ങളാണ് ഈ ക്യാമ്പിൽ കഴിയുന്നത്. എനിക്ക് ഇവിടെ ഇന്നിപ്പോൾ പറയാനുള്ളത് മറ്റൊരു അപൂർവ സുന്ദരമായി ക്യാമ്പിലുണ്ടായ ഒരു കഥയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഒത്തുചേരലിന്റെ കഥയാണ്. അതിനു മുമ്പ് 2 പേരെ എനിക്കിത് പരിചയപ്പെടുത്താനുണ്ട്. അവർ ഒരു ദമ്പതികളാണ്, ജോർജ്, അതോടൊപ്പം തന്നെ മേരി എന്ന 2 പേരാണ് എനിക്കിന്ന് പരിചയപ്പെടുത്താനുള്ളത്. 7 വർഷം മുമ്പാണ് ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഇവർ വേർപിരിഞ്ഞത്. 2 വീടുകളിലായിട്ടാണ് താമസിച്ചത്. അവർ ഇത്തരമൊരു യാദൃശ്ചികതയിൽ അല്ലെങ്കിൽ ഇത്തരമൊരു ഉരുൾ എടുത്ത ആ ദുരിതത്തിൽപ്പെട്ട് ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വരികയുണ്ടായി. ഇവിടെ വച്ച് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം അവർ ഒത്തുചേരുകയാണ്. 2 വീടുകളിൽ നിന്നാണ് അവർ വന്നതെങ്കിൽ പോലും അവർ ഇനി ഈ ക്യാമ്പ് കഴിഞ്ഞ് പോകുന്നത് ഒരു വീട്ടിലേക്കായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വീട്ടിലേക്ക് പോവാൻ റെഡിയല്ലേ? ചെറിയ ചെറിയ പിണക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയതൊക്കെ പറഞ്ഞു തീർത്തില്ലേ? ഇവിടെ വീണ്ടും നിങ്ങൾ കണ്ടുമുട്ടി സംസാരിച്ചപ്പോഴെന്താ തോന്നിയത്? ഞാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒന്നിച്ചാൽ ഞാൻ വിചാരിച്ചും അതിനെ പരിശ്രമിച്ചിട്ടുണ്ട്. ഞാൻ എന്നും പള്ളിയിൽ പോകാൻ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോൾ മുമ്പുണ്ടായിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് സന്തോഷത്തോടെ ജീവിക്കില്ലേ? അമ്മ പോകുമ്പോ കുറച്ച് ഡിമാൻഡുകളൊക്കെ ഉണ്ടല്ലേ? ജീവിക്കണ്ടേ? മുമ്പത്തെ പോലെ ഒന്നും പറ്റില്ല. പറ്റിയല്ല. കുറച്ചെങ്കിലും ആത്മാർത്ഥതയോടെ സഹകരിക്കണം. എങ്കിൽ മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റിയല്ല. മുമ്പ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അന്ന് നമുക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു. നമ്മുടെ ആരോഗ്യം പോയി. അപ്പൊ പിന്നെ നമ്മളെ സഹായിക്കാതെ പറ്റുമോ? പണ്ടത്തെ പോലെ മനസ്സ് വെച്ചാവും. പുള്ളിക്കാരൻ മനസ്സ് വെക്കണം. എനിക്ക് എൻ്റേതൊന്ന് മാത്രം ചിന്തിച്ച് എഴുതാൻ പറ്റിയല്ല. ഒന്ന് കൈ കൊടുക്കുമോ? 2017 മുതൽ വേർപിരിഞ്ഞ് ജീവിക്കുന്നവരാണിവർ. പിന്നെ സാമുദായിക അധ്യക്ഷന്മാരെല്ലാം ഇടപെട്ടിട്ട് ആ സമയത്ത് അവരെ യോജിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായി. ഈ ദുരിത നിവാരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ പുനരധിവാസ കേന്ദ്രത്തിലെത്തിയപ്പോഴാണ് അവരോട് സംസാരിച്ച് ഒരു മയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഈ ദുരന്തം ചിലപ്പോൾ നമുക്ക് ഉണ്ടാക്കി തന്നത് ഒരു ഐക്യത്തിൻ്റെ സന്ദേശമാണ്. ആ ഐക്യത്തിൻ്റെ സന്ദേശം ഈ വൃദ്ധരായ മാതാപിതാക്കളുടെ ഒരു ഒത്തുചേരലിൻ്റെ വേദിയായി മാറി. പറഞ്ഞ് അവസാനിപ്പിച്ച് തന്നെയാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പ്. എല്ലാ ആശങ്കകൾക്കിടയിലും ഒരു ഒത്തുചേരലിന്റെ വലിയ സന്തോഷമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സാമുദായിക നേതാക്കന്മാർക്ക് പറ്റാത്തത് ഒരു മഴക്കാലത്തിന് കഴിഞ്ഞു അല്ലേ? അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി എത്ര കാലം നമ്മൾ ജീവിച്ചിരിക്കും? മനുഷ്യൻ വളരെ കുറച്ച് കാലങ്ങൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരല്ലേ? പിരിഞ്ഞു പോകുമ്പോൾ എന്നേക്കുമായി പിരിഞ്ഞു പോയ മനുഷ്യരായിരിക്കും. തിരിച്ചൊരു മഴക്കാലത്ത് ഒരു ക്യാമ്പിൽ ഒരു കൂരയ്ക്ക് കീഴി എത്തിയപ്പോൾ എന്നാൽ പിന്നെ എന്തിനാ നമ്മൾ പിരിഞ്ഞത് എന്ന് തോന്നി അവരിനി ഒരുമിച്ച് ഒരു വീട്ടിലേക്ക് മടങ്ങാൻ പോകുന്നു അല്ലേ? അങ്ങനെ അവരെ ഒരുമിപ്പിക്കുകയാണ് ഒരു മഴക്കാലം. ദുരന്തത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോഴും ചിലത് നമ്മളെ ഓർമ്മിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായിട്ടത് മാറുന്നുണ്ട്. ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങി വീട്ടിലോട്ടൊക്കെ ഇറങ്ങി പോകുന്നവർ ഇക്കാര്യങ്ങളൊക്കെ ഓർമ്മിക്കണം. ഒരു മഴ പെയ്താൽ, ഒരു പ്രളയം വന്നാൽ, ഒരു മിന്നൽ പ്രളയം ഉണ്ടായാൽ തീരാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ നമ്മൾ എന്നുള്ളതാണ്. അപ്പോൾ സ്നേഹത്തോടെ സന്തോഷത്തോടെയൊക്കെ ഇരിക്കുക.